റിയാസ്, അതോടൊപ്പം തന്നെ ഈ നിലവിൽ MSF പ്രവർത്തകരാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധവുമായി എത്തിയിരിക്കുന്നത്. ഇതിൽ നമ്മുടെ ക്യാമറമാൻ, കേരള വിഷൻ ന്യൂസ് കോഴിക്കോട് സീനിയർ ക്യാമറമാൻ സജി തറയിലിനടക്കം MSF പ്രവർത്തകരുടെ മർദ്ദനമേൽക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. വിദ്യാർത്ഥി സംഘടനകൾ തന്നെ ഇത്തരത്തിൽ പ്രതിഷേധിക്കുന്ന, ഈ കുറ്റവാളികൾക്കെതിരെ പ്രതിഷേധിക്കുന്ന സാഹചര്യത്തിൽ ഈ വിദ്യാർത്ഥികൾ തന്നെയാണ് ഇത്തരത്തിൽ ഒരു അതിക്രമം നമ്മുടെ കേരള വിഷൻ ന്യൂസ് കോഴിക്കോട് സീനിയർ ക്യാമറമാൻ നേരെ അഴിച്ചുവിട്ടിരിക്കുന്നത്. തീർച്ചയായും അതായത് MSF പ്രവർത്തകർ ഒരുപക്ഷെ നല്ല രീതിയിൽ നടത്തി വന്ന ഒരു സമരം അതിനുകൂടി ഒരു ഭംഗം വരുത്തുന്ന രീതിയിലാണ് ഒരു പ്രവർത്തകൻ മാത്രമാണ്, പ്രവർത്തകരല്ല, ഒരു പ്രവർത്തകൻ ജുനൈദ് പെരിങ്ങളം എന്ന് പറയുന്ന പ്രവർത്തകനാണ് സജി തറയിലിനെ കയ്യേറ്റം ചെയ്യുകയും മർദ്ദിക്കുകയും ചെയ്തത്. സജി തറയിലിന്റെ മുഖത്ത് ഇടിക്കുകയാണ് ഉണ്ടായിരുന്നത്. അത് ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്നതിനിടെയായിരുന്നു സജി തറയിലിന് മുഖത്ത് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം, മർദ്ദനമേൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നത്. തൊട്ടു പിന്നാലെ തന്നെ അദ്ദേഹത്തെ ഇവിടെ കോഴിക്കോട് ബീച്ച് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുകയായിരുന്നു. അദ്ദേഹം ഇപ്പോഴും കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ തന്നെ തുടരുകയാണ്. അദ്ദേഹത്തിന്റെ താടിയെല്ലിന്റെ ഭാഗത്താണ് ഇടിയേറ്റത്. അതിന്റെ പരിക്ക് അദ്ദേഹത്തിനുണ്ട്. നിലവിൽ ഡോക്ടർമാർ അദ്ദേഹത്തെ പരിശോധിച്ചിട്ടുണ്ട്. എന്തായാലും ഇത്തരമൊരു സംഭവം, അതായത് ഒരു മാധ്യമ പ്രവർത്തകരെ സംബന്ധിച്ച് ഒരു റിപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുക എന്നുള്ളത് അവരുടെ ഒരു ജോലിയുടെ ഭാഗമാണ്. അതിനിടയിൽ ആ മാധ്യമ പ്രവർത്തകരെ കയ്യേറ്റം ചെയ്യുന്ന ഒരു നടപടി അതാര് ചെയ്താലും ഒരിക്കലും അംഗീകരിക്കാനാവില്ല. ഇത് സംബന്ധിച്ച് സംസ്ഥാന പ്രസിഡന്റ് അംഗീകരിക്കപ്പെടാൻ ആവുന്നതല്ല. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് പോയിട്ട് വരാം. മാധ്യമപ്രവർത്തകർക്ക് നേരെയും കയ്യേറ്റമുണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. റിയാസ്, നിലവിൽ സജി തറയിലിന്റെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടിട്ടുണ്ടോ? അതായത് ഇപ്പോൾ സജി തറയിൽ ഇപ്പോൾ ഇവിടെ ബീച്ച് ആശുപത്രിയിൽ തന്നെയാണുള്ളത്. അദ്ദേഹത്തെ ഡോക്ടറെ കാണിച്ചു. ഇനിയിപ്പോൾ ഡോക്ടർ നിരീക്ഷണത്തിൽ വെച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഒരു പക്ഷേ ആശുപത്രി വിടാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹത്തിന്റെ താടിയിലിന്റെ അകത്താണ്, ആ ഭാഗത്താണ് ഇടിയേറ്റിരിക്കുന്നത്. അതിന്റെ ഒരു പരിക്ക് അദ്ദേഹത്തിനുണ്ട്. ഇനിയിപ്പോൾ ചിലപ്പോൾ വിശ്രമം അനിവാര്യമായി വരുന്ന ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാവുക എന്നാണ് ഡോക്ടർമാർ സൂചിപ്പിക്കുന്നത്.